ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാര്യം എന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. ഞാൻ ഇത്രയും സന്തോഷത്തില് ഒരു കാര്യത്തിന് വിളിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ആ ഹരിയുടെ കാര്യത്തില് താൻ നടത്തിയ ഓപ്പറേഷൻ എന്ത് പ്ലാനിംഗ് ആയിരുന്നു? പിടിച്ചു നിൽക്കണ്ടേ പൊന്നു വീണേ. പണ്ടത്തെ പോലത്തെ ക്ഷമയൊന്നും ഇല്ല എനിക്കിപ്പോ. ഇങ്ങോട്ടൊരു കാറ്റടിച്ച കൊടുങ്കാറ്റടിച്ച പോലെ തിരിച്ച് പേടിപ്പിക്കണം. അതായിപ്പോ എന്റെ ഒരു ലൈൻ. എന്തായാലും ഞങ്ങൾക്കൊക്കെ കണ്ടുപിടിക്കാൻ ഒരാളായി. വിപിൻ എപ്പോഴും പറയും കിട്ടുവാണെങ്കിൽ ജെആറിന്റെ എനർജി കിട്ടണോന്ന്. എന്റെ എനർജിയോ? അതങ്ങനെ വെറുതെ വഴി കിടന്ന് കിട്ടിയതല്ലല്ലോ വീണേ. അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറച്ചധികം ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. കോടതി, ജയില്, സകലത ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഭ്രാന്തനായി കിടന്നിട്ടുണ്ട് ഞാൻ. ഭ്രാന്ത് അഭിനയിച്ചിട്ടുമുണ്ട്. എല്ലാം കൂടെ തിളപ്പിച്ചിട്ട് ഊറ്റി ഉരുക്കി ഉണ്ടാക്കിയതാ ഈ കാണുന്ന ജെആർ. അങ്ങനത്തെ ഞാൻ ഇനി എന്തെങ്കിലും വിട്ടുകൊടുക്കുമെന്ന് വീണയ്ക്ക് തോന്നുന്നുണ്ടോ വീണേ? പണ്ടൊരിക്കല് നിത്യയുടെ ശരീരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയ ഒരുത്തൻ, അവന്റെ തല ഞാൻ തല്ലിപ്പൊളിച്ചതാ. വേറെ ഒരുത്തന്റെ കയ്യും തല്ലി ഒടിച്ചു. എന്നിട്ടാണോ അവളുടെ കൂടെ കിടക്കുന്ന ഒരുത്തനെ? ഇനി താൻ നോക്കിക്കോ വീണേ. ഹരിയുടെ നിയന്ത്രണം എന്റെ കയ്യിലായിരിക്കും. വഴിയിലെ സർക്കസ് കൂടാരത്തിൽ ചരട് കെട്ടി വലിക്കുന്ന കുട്ടിക്കുരങ്ങനെ പോലെ അവനെ ഞാൻ കൊണ്ടു നടക്കും. എന്റെ കാൽ ചുവട്ടിലിട്ട് ഞാൻ അവനെ ചവിട്ടി ഞെരിക്കും. അവൻ ഞെരിഞ്ഞമർന്ന് ചാവുന്നത് കണ്ട് അവളുടെ ചങ്ക് പിടക്കണം. അതുവരെ ഞാൻ അവളെ കൊല്ലില്ല. നടക്കട്ടെ, എല്ലാം ജെആർ കരുതുന്നത് പോലെ തന്നെ നടക്കട്ടെ. താങ്ക് യു വീണ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പോ എല്ലാം ഏർപ്പാട് ചെയ്തത് നിങ്ങൾ തന്നെയാണല്ലേ? അങ്ങനെയാവണമല്ലോ. ജീവനെ കുറിച്ച് പലതും പറഞ്ഞു കൊടുത്ത കൂട്ടത്തില് നീ അവനോട് ഒന്ന് പറയാൻ മറന്നു. ജീവനെ എതിർക്കുന്നവരെ ജീവൻ വച്ചേക്കില്ല. അതുകൊണ്ട് പറ്റിയ അബദ്ധമാ. ഇനി അവൻ തിരുത്തിക്കോളും.